സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത്രയും ദിവസത്തെ എല്ലാ ടെൻഷനും പ്രയാസവും എല്ലാം മാറ്റിവെച്ച് ദേവിക ചന്ദ്രോത്തുനിന്ന് പടിയിറങ്ങുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ദേവികയും ഗിരീഷും ചേർന്ന് ഈ നന്ദനെ പിടിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിലും നന്ദന് താൻ ചെയ്തത് തെറ്റാണെന്നോ അതിലൊരു കുറ്റബോധം ഒന്നുമില്ലാതെ ദേവികയുടെ അടുത്ത് വളരെ മോശമായി തന്നെയാണ് വീണ്ടും സംസാരിക്കുന്നത്. പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണ് ഈ നന്ദനോട് ചോദിക്കുന്നുണ്ട്, ആ ഫയൽ എവിടെ, ആ ഫയൽ കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആ ഫയലില്ല, എനിക്കതിനെക്കുറിച്ച് അറിയേയില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ റൂമിൽ പോയി ഡോർ അടച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇസബല്ലയാണെങ്കിൽ നന്ദനെ ദേവിക കൊണ്ടുപോയ സ്ഥിതിക്ക് ഇസബല്ലയും അതുപോലെ കെവിനും കുരുവിള എല്ലാവരും പെടുമെന്ന് മനസ്സിലായതും നന്ദന് ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് എന്താ നന്ദ അവിടുത്തെ പ്രശ്നം, എനിക്ക് നന്ദനെ കാണണം എന്ന് പറയുമ്പം ഇവിടെ ആകെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക, ഞാനിപ്പോൾ റൂം അടച്ചിരിക്കുക, എനിക്കിനി പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, എന്നാൽ നന്ദൻ തൽക്കാലം ആ ഫയൽ തിരികെ കൊടുക്കുന്നു. അപ്പോൾ നന്ദൻ വിചാരിക്കുന്നത് ഇസബല്ല വെറുതെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഇല്ല വല്ലാതെ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതും ഞാൻ നല്ലോണം തന്നെയാണ് നന്ദ പറയണത്, അത് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവും. ഈ സമയമാണെങ്കിൽ പ്രഭാവതി ഡോറിൽ മുട്ടിക്കൊണ്ട് നന്ദാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദൻ പറയുന്നുണ്ട്, ഞാൻ മരിക്കൊന്നുമില്ല, ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞ് ആ ഫയൽ കൊടുത്ത് റൂം തുറന്ന് വന്ന സമയത്ത് ഈ നന്ദൻ്റെ കയ്യിൽ ഫയൽ കണ്ടതും പ്രഭാവതിക്കാണെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. പിന്നീട് നന്ദൻ ആ ഫയലുമായിട്ട് താഴേക്ക് വരുമ്പം പ്രഭാവതിയും പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴെ വന്നിട്ട് ദേവിക അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഫയലല്ലേ നിൻ്റെ, ഇതാണൊന്ന് നോക്കുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതെ ഈ ഫയൽ തന്നെയാണ്, അപ്പം നീ തന്നെ ഇത് എടുത്തേർന്നില്ലടാന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, അത് ഞാൻ എന്തോ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, അപ്പോൾ ഞാനതവിടെ വെച്ചു എന്നുള്ളൂ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്നിട്ട് ഇത്രയും ദിവസം ഞങ്ങളിവിടെ ഈ ഫയൽ അന്വേഷിച്ചപ്പോഴൊന്നും നീ ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ, എന്തായാലും നീ ഇത് മനഃപൂർവ്വം തന്നെ മാറ്റി വെച്ചതാണ്, ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് തിരിച്ചു തരുന്നതല്ലേ, നീ എന്തിനു വേണ്ടിയാണ് ഈ ഫയൽ എടുത്തത്, ആർക്ക് വേണ്ടിയാണ്, ഇതിൻ്റെ പിന്നിൽ ആരാ ഉള്ളത്, ആര് പറഞ്ഞിട്ടാന്നൊക്കെ ചോദിച്ച് സിദ്ധാർത്ഥൻ ദേഷ്യപ്പെടുമ്പം ഇതിനൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല, എന്തായാലും നിങ്ങൾക്ക് തരാനുള്ള ഫയൽ ഞാൻ തിരിച്ചു തന്നില്ലേ, ഇനി വേറെ ചോദ്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞതും ദേവിക പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് നന്ദുവിനോടൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമല്ല, ഫയൽ നന്ദു എനിക്ക് തിരിച്ചു തന്നു, അതവിടെ തീർന്നു, ഫയലിൻ്റെ കാര്യമല്ല, ഇനി എനിക്ക് പറയാനുള്ളത് നന്ദു ശ്രദ്ധിച്ച് കേൾക്കണം, വേറെ ഒരു സംസാരം ഇവിടെ വേണ്ടാന്ന് പറയുമ്പോൾ നന്ദനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇനി നമുക്ക് പിരിയാന്ന് പറയണു. അത് കേട്ടതും ഈ പ്രഭാവതി സിദ്ധാർത്ഥനും അതുപോലെ നന്ദനൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി മോളെ എന്താ പറയണേന്ന് ചോദിക്കുമ്പം അമ്മ കേട്ടില്ലേ, ഇനി ഞാനും നന്ദുവായിട്ടുള്ള ഒരു ജീവിതമില്ല, നന്ദുവിന് ആരുടെ കൂടെ എവിടെ വേണമെങ്കിലും പോകാം, ഞാനതിന് തടസ്സമല്ല, പിന്നെ എനിക്ക് ഫയൽ കിട്ടി, ഇതെനിക്ക് അത്യാവശ്യമായിരുന്നു. സമയത്ത് നന്ദനാണെങ്കിൽ ഇത്രയൊന്നും ദേവിക പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് ദേവി എന്ന് പറയുമ്പം വേണ്ട നന്ദു, ഇനി ഒന്നും സംസാരിക്കണ്ട, വെറുതെ സംസാരിച്ച് വഷളാവണ എന്തിനാ, നന്ദുവിന് നന്ദുവിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാന്ന്. അങ്ങനെ ദേവിക മുകളിലോട്ട് കയറിപ്പോയി കഴിയുമ്പം പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു എന്ന് പറ, സിദ്ധു പറഞ്ഞാൽ ദേവിക കേൾക്കും, ദേവിക പോയാൽ ശരിയാവില്ല സിദ്ധു എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറയണമെന്നാണ് പറയണേ, ഭർത്താവ് മറ്റൊരു പെണ്ണിനെയും കൊണ്ട് പല സ്ഥലത്തും കറങ്ങി നടക്കുക, പിന്നീട് ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കുക, ഭാര്യയോ ആരെയും വിളിച്ചു പറയുകയോ ഒന്നും ചെയ്യാതെ, പിന്നീട് ഭാര്യ അത് മനസ്സിലാക്കി നേരിട്ട് കൈയോടുകൂടി ചെന്ന് പിടിച്ചപ്പം ഭാര്യയെ അവിടുന്ന് ആട്ടി ഓടിക്കാനല്ലേ അവൻ നോക്കിയത്, അവളുടെ കൂടെ ഗിരീഷിനും ഉണ്ടായതുകൊണ്ടല്ലേ പോലീസിനെ വിളിച്ച് അവനെ പിടിച്ചുകൊണ്ട് വന്നത്, ഇല്ലെങ്കിൽ അവൻ ഇസബല്ലയുടെ കൂടെ അവിടെ തന്നെ നിൽക്കൂലായിരുന്നോ, പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, താൻ പറയാമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അവർ തമ്മിലൊരു ബന്ധമില്ല സിദ്ധു, അതെനിക്കറിയാം, വേറെ എന്തോ തെറ്റിദ്ധാരണയാന്ന് പറയുമ്പം താനിങ്ങനെ ഉരുണ്ട് കളിക്കല്ലേ, തെറ്റിദ്ധാരണയൊന്നുമല്ല, ശരിയായ ധാരണ തന്നെയാണ്, എന്തായാലും ദേവികയുടെ തീരുമാനം എന്താണോ അതിന് അനുകൂലമായിട്ടേ ഞാൻ നിൽക്കുള്ളൂ, ഞാൻ ദേവികയ്ക്ക് എതിരായിട്ട് നിൽക്കൂലെന്ന്. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. ഇതേസമയം നന്ദനാണെങ്കിലും ദേവികയോട് എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം ഇസബല്ലേനെയും നന്ദനെയും ഒരു റൂമിൽ നിന്ന് ദേവിക നേരിട്ട് തന്നെയാണല്ലോ പിടിച്ചത്. ആ സമയത്തും ഇസബല്ല പറഞ്ഞത് കേട്ട് നന്ദൻ റൂമിലേക്ക് പോവുകയും ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ നന്ദന് ദേവികയോട് ഒന്നും പറയാനേ പറ്റണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. നന്ദനുമായിട്ട് ആ റൂമിൽ ജീവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ദേവികയ്ക്ക് സങ്കടം വരുന്നുണ്ട്. പിന്നീട് ദേവിക സ്വയം തീരുമാനിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്തിനാ സങ്കടപ്പെടണേ, ഇനി എൻ്റെ ജീവിതം എനിക്ക് നല്ലോണം തന്നെ ജീവിച്ച് തീർക്കണം, അതിന് നന്ദു വേണ്ട, ഞാൻ ഇനി ഒറ്റയ്ക്ക് മതി, എന്തായാലും ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലേക്ക് വെച്ച് പാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ നന്ദനോട് എന്നിട്ട് പറയുന്നുണ്ട്, എന്താ നന്ദ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ദേവിക പോകാൻ പോണു, നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ തടയുമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് തടയാനാ അമ്മ, ഇത്രയും നേരം സംഭവിച്ചതൊക്കെ അമ്മ കണ്ടതല്ലേ, എന്തായാലും ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ദേവി വിശ്വസിക്കില്ല, ഇസബല്ലയും എന്നെ
ദേവി തെറ്റിദ്ധരിച്ചിരിക്കുമോ, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ദേവിക പോട്ടെ എന്നാണോ പറയണതെന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, എൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ദേവികയാണെങ്കിൽ ഫോണെടുത്ത് മുരളീനെ വിളിക്കുന്നുണ്ട്. മുരളി കോൾ എടുത്തതും എന്താ ദേവിക എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല മുരളിയേട്ടാ എങ്ങും പോകാനൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം, അതിന് മുരളിയേട്ടൻ വരണം, എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുവന്ന് വരണമെന്ന് പറയണം. അന്നേരം മുരളി ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണേന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ഞാൻ ചന്ദ്രോത്തെ ജീവിതം അവസാനിപ്പിച്ച് പോണേന്ന്. അത് കേട്ടതും എന്താ ദേവിക എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ദേവിക കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മുരളിയോട് പറയുന്നുണ്ട്. ഇസബല്ലയുടെ ഒപ്പം നന്ദൻ പോയതും ഗിരീഷും ദേവികയും ചേർന്ന് നന്ദനെയും ഇസബല്ലേനെയും ഹോട്ടലിൽ നിന്ന് പിടിച്ചതും പിന്നീട് നന്ദനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം ഇസബല്ലെ അതിനെ എതിർത്തതും ദേവിക പോലീസിനെ വിളിച്ചു വരുത്തി ഈ നന്ദനെ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം മുരളിയോട് പറയുമ്പം മുരളി ചോദിക്കുന്നുണ്ട്, ഈ നന്ദന് ഇതെന്താ പറ്റിയ, ഇവനിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്ത് മാറ്റം ഇങ്ങനെ സംഭവിച്ച, ആ കെവിനും ഇസബല്ലയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുരളിയേട്ടാ, എത്രയും പെട്ടെന്ന് എനിക്കിവിടുന്ന് പോകണം, അതിന് ഞാൻ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം, മുരളിയേട്ടൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നെന്ന്. അങ്ങനെ മുരളി ഫോൺ വെച്ചതും ഭാർഗവിയോടും ഗൗരിയോടും ഈ വിവരം പറയുന്നുണ്ട്. ദേവിക നന്ദനുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ച് പോകുകയെന്ന്. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, അതെന്താ അവൾ അങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, പിന്നെ അവൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയണത്, സ്വന്തം ഭർത്താവിനെ അവൻ്റെ കാമുകിയുടെ കൂടെ ഹോട്ടലിൽ നിന്ന് നേരിട്ട് ചെന്ന് പിടിച്ചിട്ട് വീണ്ടും അവനെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ ഏതെങ്കിലും പെണ്ണിന് കഴിയുമെന്ന് ചോദിക്കുമ്പം ഭാർഗവി ആണെങ്കിൽ ഒന്നും മിണ്ടണില്ല. നേരെ മുരളി പറയുന്നുണ്ട്, അത് ഗൗരി പറഞ്ഞത് നേരെ, കുറേ ദിവസമായി നന്ദൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു, അന്നൊക്കെ ദേവിക ഭയങ്കര ടെൻഷനിലായിരുന്നു, നന്ദനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ദേവിക നോക്കിയത്, ഇപ്പോൾ തന്നെ ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചത് നന്ദനും പ്രഫാൻറ്റിയും കൂടെ കൂടിയ, എന്നിട്ടും എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് ദേവിക മിണ്ടാതെ നിൽക്കുമായിരുന്നു. പിന്നീട് ആ ഫയൽ കാണാണ്ടായിട്ട് അതിനും ദേവിക ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടു, പക്ഷേ അതെടുത്ത് മാറ്റിയത് നന്ദനാന്ന് ദേവികയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് അത് മനസ്സിലായപ്പം നന്ദനോട് ആ ഫയൽ എവിടെയാണെന്ന് ചോദിച്ചിട്ട് നന്ദന അത് എടുത്തില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പം ഇന്ന് ആ ഫയൽ ദേവികയ്ക്ക് തിരിച്ചു കൊടുത്തു എന്ന്. അത് കേട്ടതും ഭാർഗവി പറയുന്നുണ്ട്, അപ്പം നന്ദനാണോ ഫയൽ മാറ്റിയെന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ നന്ദൻ ഫയൽ മാറ്റി വെച്ചത് കൊണ്ടാണല്ലോ ഇന്ന് പ്രശ്നമായപ്പോൾ ഫയൽ ദേവികയ്ക്ക് തിരിച്ചു കൊടുത്തതെന്ന്. സമയത്ത് ഭാർഗവി ഗൗരിയോട് പറയുന്നുണ്ട്, എന്നാലും ഈ നന്ദൻ എന്താ സംഭവിച്ചത്, നന്ദൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഞാൻ വളർത്തിയ കുട്ടിയല്ലേ, എനിക്കറിയില്ലേ അവനെന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, അതൊക്കെ അമ്മ പറഞ്ഞത് ശരിയാണ്, പക്ഷേ കെവിനും ഇസബല്ലേ നന്ദൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്ന് തൊട്ടേ നന്ദൻ്റെ സ്വഭാവം മാറി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് പ്രഫാൻറ്റിക്കും അറിയാം, അവർ രണ്ടുപേരും എല്ലാവരിൽ നിന്നും അതെല്ലാം മറച്ചു വയ്ക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, നന്ദ എന്തായാലും നീ ചെന്ന് ദേവികയോടൊന്ന് സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും ദേവികയോട് പറ, അവൾക്ക് വിശ്വാസം ആവണ്ടേന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ദേവി വിശ്വസിക്കില്ല അമ്മേ, ഞാനിനി എന്ത് ചെയ്യാനാ, ഞാൻ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം പ്രഭാവതി വീണ്ടും സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സിദ്ധു എന്തെങ്കിലും ചെയ്ത് ദേവികയുടെ പോക്കൊന്ന് തടയുമെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആ പോക്ക് ഒരിക്കലും തടയില്ല. നന്ദൻ ഫയൽ എടുത്തോന്ന് എത്ര പ്രാവശ്യം ഞാനും ദേവികയും ചോദിച്ചു, അന്നൊക്കെ നന്ദൻ എടുത്തില്ല എന്നല്ലേ പറഞ്ഞേ, അപ്പോൾ തനിക്കും അറിയായിരുന്നു നന്ദൻ ആ ഫയൽ എടുത്തിട്ടുണ്ടെന്ന്, എന്നിട്ട് താനും പറഞ്ഞത് തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ്, ഇപ്പോൾ എവിടെന്നാ എടുക്കാത്ത ഫയൽ നന്ദൻ്റെ കയ്യിൽ വന്നേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല സിദ്ധു, എന്തായാലും ഫയൽ കിട്ടിയല്ലോ, പിന്നെ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ദേവിക ഇവിടുന്ന് പോവാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കാം. അങ്ങനെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗവുമില്ല, ദേവിക സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവളുടെ തീരുമാനത്തെ എതിർക്കാനും ഞാൻ പറ്റില്ല, ദേവിക പോകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവളോടൊന്ന് പോയിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളിയാണെങ്കിൽ ശാരികയെ വിളിക്കുന്നുണ്ട്. ശാരിക ഫോൺ എടുത്തതും എന്താ മുരളിയേട്ടാന്ന് ചോദിക്കുമ്പോൾ മുരളി ദേവിക വിളിച്ചതും ദേവിക പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശാരികയോട് പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതും ശാരിക പറയുന്നുണ്ട്, ചേച്ചിയുടെ ഇപ്പോഴത്തെ തീരുമാനം ശരി, എന്തായാലും ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചില്ലേ, അതുകൊണ്ട് മുരളിയേട്ടൻ എത്രയും പെട്ടെന്ന് പോയി ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോവാം, വേണമെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട ശാരി, ഞാൻ പോയി ദേവികയെ വിളിച്ചുകൊണ്ട് വരാം, എന്തായാലും അച്ഛനോടും അമ്മയോടും നീ വിവരം പറഞ്ഞേരെ, പെട്ടെന്ന് നീ അറിയുമ്പോൾ ടെൻഷൻ ആവണ്ടല്ലോ എന്ന്. അന്നേരം ശാരിക പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുരളിയേട്ടാ, എന്തായാലും ചേട്ടൻ എത്രയും പെട്ടെന്ന് ചേച്ചിയെ ഇവിടെ കൊണ്ടു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ദേവികയുടെ ബാഗും പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ പ്രഭാവതി നിൽക്കുന്നുണ്ട്. പ്രഭാവതിയുടെ അടുത്ത് വന്നതും ദേവിക പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പോവാം അമ്മേ, എൻ്റേതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ,
ഇനി ഞാനും ഈ കുടുംബവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, ഞാൻ ഈ ബന്ധം അവസാനിപ്പിച്ചാൽ പോണേന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മോൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തല്ലേ, ഇതെല്ലാം മോളുടെ തെറ്റിദ്ധാരണയാന്ന് പറയുമ്പോൾ, ഇല്ലമ്മേ ഒരു തെറ്റിദ്ധാരണയില്ല, എനിക്കെല്ലാം ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ തെറ്റിദ്ധരിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു, അതൊക്കെയായിരുന്നു തെറ്റായ ധാരണ. ഇപ്പം എനിക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല, ഈ വീടിൻ്റെ പടി ഞാൻ ഇറങ്ങുവാണ്. അങ്ങനെ സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുമ്പം സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. അച്ഛൻ എന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കണ്ടത്. പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ല അച്ഛാ, ഞാനിവിടുന്ന് പോവാതിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ പോവുക. അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ മോളോട് ദേഷ്യം കാണിക്കുന്നത്, എൻ്റെ മോനല്ലേ മോളുടെ ജീവിതം തകർത്ത്, മോളെന്തായാലും സമാധാനമായിട്ട് പോയിക്കുമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ സങ്കടത്തോടുകൂടി അവിടെ നിൽക്കുന്ന സമയത്ത് ദേവികയുടെ ബാഗും പെട്ടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ കാഴ്ച കണ്ടിട്ട് പ്രഭാവതിയും നന്ദനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ സിദ്ധാർത്ഥൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.